പുതുവർഷ ഫലം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. 2024 ആഗസ്റ്റ് 17 പുതുവർഷം മലയാള മാസം ആരംഭിക്കുകയാണ്. ചിങ്ങമാസം 1-ാം തീയതി. ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഈ ആഗസ്റ്റ് 17 തൊട്ട് അടുത്ത ആഗസ്റ്റ് 16 വരെയുള്ള ഫലങ്ങൾ. ഈ പുതുവർഷത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ കൂറുമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ഒരുപാട് രാശിക്കാർക്ക് ഗുണവും രാജയോഗവും അതിസൗഖ്യവും പ്രദാനം ചെയ്യുന്നു. അതുപോലെ പല രാശിക്കാർക്കും ചില്ലറ ഏറ്റക്കുറച്ചിലുകളും ബുദ്ധിമുട്ടുകളും നീരസവും അരിഷ്ടതകളും സംഭവിക്കുന്നു. മേടക്കൂറുകാർക്ക് ഇപ്പോൾ പൊതുവെ വളരെ നല്ല സമയമാണ്. അവർക്കിപ്പോൾ വ്യാഴം 2-ലും രാഹു 12-ലും കേതു 6-ലും ശനി 11-ലുമാണ്. 2-ലുള്ള വ്യാഴം വളരെ നല്ലതാണ്. സാമ്പത്തികമായി അവർക്ക് ഗുണങ്ങളുണ്ടാവും, തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവും. അതുമാതിരി സേവന രംഗത്തും ബിസിനസ് രംഗത്തുമെല്ലാം അഭിവൃദ്ധികളുണ്ടാവും. തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിലുകൾ കിട്ടുകയും അതുപോലെ ഓൾറെഡി ഉള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെല്ലാം സ്ഥാനക്കയറ്റം ലഭിക്കുകയും പൊളിറ്റീഷ്യന്മാർക്കും ബാക്കി രാഷ്ട്രീയത്തിലുള്ളവർക്കെല്ലാം അർഹിക്കുന്നതായ സ്ഥാനങ്ങൾ കിട്ടുകയും ചെയ്യും. 12-ലെ രാഹു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അത് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ സമയത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭയപ്പെടേണ്ടതില്ലെങ്കിലും പിതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരാം. ഒരുപാട് വഴികളിലൂടെ ധനാഗമനം അപ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായും ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവർ പഠിക്കുന്നതിൻ്റെ ഇരട്ടിയായി അവർക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങാനും പുതിയ വാഹനം വാങ്ങാനും പുതിയ സ്ഥലം, പ്ലോട്ട് എന്നിവ വാങ്ങാനുമുള്ളതായ യോഗം കാണുന്നുണ്ട്. വിവാഹം മുടങ്ങി നിന്നതായ ആളുകൾക്ക് വർഷാവസാനത്തിൽ അവരുടെ ആഗ്രഹപ്രകാരമുള്ള വിവാഹം നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ എല്ലാ പുതിയ വീഡിയോയും അതാതു സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇടവം രാശിയെക്കുറിച്ചാണ്. കാർത്തിക അവസാന ഭാഗം, രോഹിണി, മകയിരം ആദ്യ ഭാഗം ചേർന്നതാണ് ഇടവം രാശി. ഇടവക്കൂറുകാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വ്യാഴം ലഗ്നത്തിലാണ്, കേതു അവർക്ക് 5-ലാണ്, രാഹു 11-ലാണ്, ശനി 10-ലാണ്. 10-ലെ ശനി എന്ന് പറയുന്നത് കണ്ടകശനിയാണ്. കണ്ടകശനി കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കും. പക്ഷേ സ്വക്ഷേത്ര ബലവാനായ കണ്ടകശനി അത്ര കുഴപ്പം അവർക്ക് ചെയ്യില്ല. ചെറിയ ദുഃഖങ്ങളും ചെറിയ സങ്കടങ്ങളുമായി അത് മാറിപ്പോകും. ഈ വ്യാഴം ലഗ്നത്തിൽ എന്ന് പറയുന്നത് അത് വലിയ ഗുണമല്ല, വലിയ ദോഷമല്ല. അതൊരു 10-ൽ 10 എന്നുള്ള രീതിയിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യില്ല, ഒരുപാട് ദോഷങ്ങളും ചെയ്യില്ല എന്ന് പറഞ്ഞ മാതിരി ചെറിയ തട്ടുകേടുകളും തുളവായിട്ട് അതും വലിയ കുഴപ്പമില്ലാണ്ട് അവർക്ക് പൊക്കോളും. ഇടവക്കൂറുകാർക്ക് വ്യാഴം എന്ന് പറയുന്നത് അവരുടെ ജന്മരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലി സംബന്ധമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ജോലി പോവുകയോ അല്ലെങ്കിൽ അപ്രിയമായ കാര്യങ്ങൾ ജോലി സ്ഥലത്തുണ്ടായോ, കലഹങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതായത് മിസ്പ്ലേസ്മെൻറ്റ്, ജോലിയിൽ ശ്രദ്ധക്കുറവ്, അതുകൊണ്ടുണ്ടാകുന്നതായ കലഹങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം ജോലി സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളാണെങ്കിൽ അത് സ്കൂളുകളിൽ പ്രതീക്ഷിക്കാം. അതാണ് വ്യാഴത്തിൻ്റെ ആ സ്ഥിതി പറയുന്നത്. ശനി എന്ന് പറയുന്നത് മന്ദനാണ്. അവനൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ചെയ്യണം. 10 വട്ടം ചെയ്താലേ ഒരു വട്ടം നടക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10 വട്ടം ആ കാര്യം ചെയ്യണം.
അത്ര മാത്രമേ ഉള്ളൂ. അത് ശാസ്താപ്രീതി നേടി ശാസ്താവിനെ ഭജിച്ച് കുറച്ച് കൂടുതൽ വട്ടം ചെയ്താൽ അത് നടക്കുക തന്നെ ചെയ്യും. അല്ലാതെ ശനി ഒരിക്കലും വേറെ ബുദ്ധിമുട്ടുകൾ ചെയ്യില്ല. ഇടവക്കൂറുകാർക്ക് അനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവാം. അതായത് വരവിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് അനാവശ്യമായ ചെലവുകൾ ഉണ്ടാവാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചെറിയ കടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി അപ്രതീക്ഷിതമായ ചില്ലറ അസുഖങ്ങളൊക്കെ വരാം. ചില വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ചില്ലറ അസുഖങ്ങൾ ഇതുകളൊക്കെ അപ്രതീക്ഷിതമായ ഒരു അസ്വസ്ഥതകളൊക്കെ അവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ചിലതിന് സാധ്യതയുണ്ട്. ശനിയുടെ 10ാം ഭാവം ചെറിയ രീതിയിലുള്ള ഹൃദയത്തിന് ബുദ്ധിമുട്ടോ ഹൃദ്രോഗങ്ങൾക്കോ കാരണമാകാം. അതുപോലെ തന്നെ കീർത്തിക്ക് നാശം, വിദ്യാധനം, ഇതെല്ലാം ചെറിയ നാശം എന്നൊക്കെയാണ് 10ാം ഭാവത്തിലെ ശനിക്ക് പൊതുവെ പറയുന്നതായ യോഗങ്ങൾ. പക്ഷേ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. കാരണം ഈ വ്യാഴം ഇനി അടുത്തത് മാറാൻ പോകുന്നത് വ്യാഴം 2ലേക്കാണ് വരുന്നത്. വ്യാഴം 2ലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ശത്രുനാശം, ധനലാഭം, സുഖഭോഗങ്ങൾ, രാജയോഗം, അങ്ങനെയുള്ള പല യോഗങ്ങളും അവർക്ക് ലഭിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും, ഈ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പോൾ മാറുന്നതായിരിക്കും. അതുമാതിരി തന്നെയാണ് ശനിയുടെ മാറ്റം കൊണ്ടും അവർക്ക് ഇതുമാതിരിയുള്ള സുഖങ്ങളും വരുന്നതായിരിക്കും. ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കെല്ലാം അടുത്ത കൊല്ലം അവരൊരുപാട് നന്മകളും സുഖങ്ങളും അനുഭവിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പറയുന്നതാണ് മിഥുനക്കൂറ്. മകയിരം അവസാനത്തെ അര, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നിവയാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം 12ലാണ്, രാഹു 10ലും, കേതു 4ലും, ശനി 9ലുമാണ്. 12ലെ രാഹു, 12ലെ വ്യാഴം അത്ര നല്ലതല്ല. സാമ്പത്തികമായി അവൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഒരുപാട് സാമ്പത്തികം ഒലിച്ചു പോകുന്നതായ അവസ്ഥ വരും. ഒരുപാട് ദുർച്ചെലവ്, അതുപോലെ കയ്യിലുള്ള കാശ് അനാവശ്യമായി ചിലവാകുന്നതായ ഒരു മനസ്ഥിതി വരിക, അതെല്ലാമാണ് 12ലെ വ്യാഴത്തിനെ കുറിച്ച് പൊതുവെ പറയുന്നത്. വരാൻ പോകുന്ന നെക്സ്റ്റ് വർഷം മാർച്ചിൽ ശനി കൂറുമാറുമ്പോൾ കണ്ടക ശനിയായി മാറും ഇവർക്ക്, മിഥുനക്കൂറുകാർക്ക്. അതവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നെക്സ്റ്റ് വർഷം. എന്നാലും വ്യാഴം 12ലെ വ്യാഴം മാറി ലഗ്നത്തിലാവും, അതൊരു സമാധാനം കിട്ടും. 12നേക്കാൾ ഒരു ഭേദമുണ്ടാകും ലഗ്നത്തിലെ വ്യാഴം. 12ലെ വ്യാഴം കൊണ്ട് അനാവശ്യമായ യാത്രകൾ, അലച്ചിലുകൾ, അനാവശ്യമായ യാത്രകൾ ചെയ്യേണ്ടി വരുന്നതായ അവസ്ഥകൾ, അതുമൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ, വഴക്കുകൾ, ഇതെല്ലാം 12ലെ വ്യാഴം കൊണ്ട് പറയുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് രാഹു 10ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാഹു 10ൽ നിൽക്കുമ്പോൾ അനാവശ്യമായ ദുഷ്കീർത്തി, അതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുക, നിങ്ങളുടെ ശത്രുക്കൾ അതുപോലെ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ മിത്രാദികൾ, അതുമാതിരി നിങ്ങളുടെ മേലധികാരികളുടെയൊക്കെ അപ്രീതി സമ്പാദിക്കേണ്ടതായ അവസ്ഥകൾ 10ലെ രാഹുകൾ ഉണ്ടാക്കുന്നതാണ്. കേതു 4ൽ ഉള്ള കേതു വയറുവേദന, ചെറിയ മുട്ടൽ, വണ്ടികൾ, ബൈക്കോ കാറോ മുട്ടൽ, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും 4ലെ കേതു. ഈ വർഷം മിഥുനക്കൂറുകാർ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും അതുമാതിരി ദൈവപ്രീതി വേണ്ടതുപോലെ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ദോഷകാഠിന്യം കുറയുന്നതായിരിക്കും. അതുപോലെ അവരുടെ കർമ്മങ്ങളിലും എല്ലാം കുറച്ചൊരു ബെറ്റർമെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പറയുന്നത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന ഭാഗം, പൂയം, ആയില്യം കൂടിയതാണ് കർക്കിടകക്കൂറ് വരുന്നത്. കർക്കിടകക്കാർക്ക് ഇപ്പോൾ വ്യാഴം 11ലും, കേതു 3ലും, രാഹു 9ലും, ശനി 8ലുമാണ്. അഷ്ടമത്തിലെ ശനി കുറച്ച് പ്രശ്നക്കാരനാണെങ്കിലും വ്യാഴം 11ൽ വളരെ നല്ല രീതിയിൽ നല്ല സമയമാണിപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 11ലെ വ്യാഴം കാരണം പുതിയ ജോലി, നല്ല ജോലികൾ, ഗവൺമെൻറ് ജോലി, പുതിയ ബിസിനസ്, സമ്പത്ത്, ക്രയവിക്രയം നടത്തുവാനും പിതൃതുല്യമായ ആളുകളിൽ നിന്നെല്ലാം സ്വത്ത്, സമ്പത്ത് ഇതെല്ലാം ലഭിക്കാനും ഉള്ള സ്വത്തിൻ്റെ ലാഭം, ഐശ്വര്യം എല്ലാം ലഭിക്കാനുള്ള സമയമാണിപ്പോൾ ഇത്. അവർ ശരിക്കും അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവർ ഒരുപാട്
കേന്ദ്രത്തിലെത്തുന്ന സമയമാണിത്. വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരും വിദേശത്ത് പഠനം കഴിഞ്ഞ് ജോലിക്ക് ആഗ്രഹിക്കുന്നവരും അതുപോലെ വിദേശത്ത് PR ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഗുണം ലഭിക്കുന്ന സമയങ്ങളാണിത്. പിന്നീട് പക്ഷേ വ്യാഴം 12ലേക്ക് അടുത്ത കൊല്ലം മാറുന്നുണ്ടെങ്കിലും വ്യാഴം 12ൽ മോശമായിട്ടാണ് പിന്നീട് മാറുന്നത്. പക്ഷേങ്കിൽ ഈ കൊല്ലം അവർക്ക് വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് രാഹു 9ലാണ് സഞ്ചരിക്കുന്നത്. 9ലെ രാഹു എന്ന് പറയുന്നത് ധാരാളം ശത്രുക്കൾ ഉണ്ടാകാനും ഒരുപാട് ധനച്ചെലവുകൾ, അനാവശ്യമായ ധനച്ചെലവുകൾ, അതായത് പണത്തിൻ്റെ ഒരുപാട് ചിലവുകൾ ഉണ്ടാവാനും പിതാവിന് അസ്വസ്ഥതകൾ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് കേതു നിൽക്കുന്നത് 3ലാണ്. 3ലെ കേതു കൊണ്ട് ശത്രുക്കൾ നമ്മൾക്കെതിരായി ചെയ്യുന്നതിന് പ്രഭാവമില്ലാത്തതായ ഒരു അവസ്ഥ വരികയും അതുപോലെ ഒരുപാട് ധനാഗമനങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവുന്നതായ ഒരു സാഹചര്യം 3ലെ കേതു ഉണ്ടാക്കുന്നതാണ്. 8ലെ ശനി എന്ന് പറയുന്നത് പ്രത്യേക ഫലങ്ങളാണ് തരുന്നത്. വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തക്കാരായ ആളുകളുമായിട്ട് വേർപെട്ട് നിൽക്കേണ്ടതായ അവസ്ഥകൾ വരും. ദൂരയാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ വരും. ഇതെല്ലാമാണ് നമുക്ക് 8ലെ ശനി കൊണ്ട് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് പറയേണ്ടതായത് ചിങ്ങം രാശിയെക്കുറിച്ചിട്ടാണ്. ചിങ്ങം രാശി എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടെ ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് വ്യാഴം 10ലാണ്, രാഹു 8ലാണ്, കേതു 2ലും, ശനി 7ൽ കണ്ടകനായിട്ട് നിൽക്കുകയാണ്. 10ലെ വ്യാഴം, കർമ്മത്തിൽ വ്യാഴം എന്ന് പറയുന്നത് ഒരുപാട് നന്മ ചെയ്യില്ല, പക്ഷെ ഒരുപാട് ദോഷവും ചെയ്യില്ല. അത് വലിയ ഇതില്ലാണ്ട് പൊക്കോളും. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് കർമ്മത്തിൽ വ്യാഴം അത്ര നല്ലതല്ലാണെന്നാണ് പറയുക. പക്ഷെ എന്നാലും അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. കണ്ടകശനി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചെറിയ ഇതുകളൊക്കെ അവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യത്തിൽ ചില്ലറ വഴക്കുകൾ, അതുമാതിരി കുട്ടികളോ കുടുംബത്തിൽ ബാക്കിയുള്ളവരായിട്ട് ചില്ലറ വഴക്കുകൾ, പ്രശ്നങ്ങൾ, അതുമാതിരി വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കുക. അതുമാതിരി എന്തെങ്കിലും ഡീഡ്സ്, അതുമാതിരി എന്തെങ്കിലും പത്രങ്ങൾ, മുദ്രപത്രങ്ങൾ ഇതൊക്കെ ഒപ്പിടുമ്പോൾ കാര്യങ്ങൾ സൂക്ഷിക്കുക. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അതിങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ കണ്ടകശനി ഉണ്ടാക്കും. അതാണ് കണ്ടകശനിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. 10ലെ വ്യാഴം എന്ന് പറയുന്നത് തൊഴിലിൽ വ്യത്യാസമുണ്ടാകും. അതായത് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊരു ചേഞ്ച്, അതുമാതിരിയുള്ള കാര്യങ്ങളാണ് 10ലെ വ്യാഴം കൊണ്ട് സംഭവിക്കുക. അതുമാതിരി വരുമാനത്തിൽ കുറവ്, തൊഴിൽ നിന്നുകൊണ്ടുള്ള വരുമാനത്തിൽ കുറവ്, അതുപോലെ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ, അതാണ് വ്യാഴം 10ൽ കൊണ്ടുണ്ടാവുക. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ രാഹു 8ലാണ്. 8ലെ രാഹുവിനെ കൊണ്ട് പറയുന്നത് കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക, ചില്ലറ രോഗങ്ങൾ, അതുമാതിരി ചില്ലറ ശത്രുക്കൾ ഉണ്ടാവുക, അതൊക്കെയാണ് 8ലെ രാഹുവിനെ കൊണ്ട് പറയുന്നതായത്. കേതു 2ലാണ് ചിങ്ങം രാശിക്കാർക്ക് നിൽക്കുന്നത്. അതിനെ കൊണ്ട് പറയുന്നത് ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ, ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതുപോലെ ചില്ലറ അനാവശ്യ ചിലവുകൾ, ധനം ഒരുപാട് അനാവശ്യമായിട്ട് ചിലവാകുന്നതായ അവസ്ഥകൾ വരിക, അതൊക്കെയാണ് 2ലെ കേതു കൊണ്ട് പറയുന്നത്. ചിങ്ങം രാശിക്കാരുടെ ഈ പുതുവർഷം ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ദോഷങ്ങളും പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രിതമാണ് ഈ വർഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കന്നിക്കൂറിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ കാൽഭാഗം കൂടിയതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്കിപ്പോൾ വ്യാഴം 9ലും, രാഹു 7ലും, ശനി 6ലും, കേതു ജന്മത്തിലുമാണ്. 9ലെ വ്യാഴം വളരെ നല്ലതാണ്. ഭാഗ്യമുണ്ടാകും, പുതിയ ജോലി, പുതിയ വീട്, പുതിയ ബിസിനസ്, പുതിയ വരുമാന മാർഗം, കീർത്തി ഉണ്ടാകും. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കും. കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവും. 6ലെ ശനി വളരെ നല്ലതാണ് കന്നിരാശിക്കാർക്ക് ചെയ്യുക. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. അതുപോലെ തന്നെ സ്വക്ഷേത്ര ബലവാനായ ശനി നല്ലതാണ് ചെയ്യുക. രോഗങ്ങളുള്ളവർക്ക് രോഗങ്ങളൊക്കെ മാറും. മിത്രങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ, പല രീതിയിലുള്ള സഹായങ്ങളും ലഭിക്കുന്നൊരു സമയമായിരിക്കും. രാഹു 7ലാണ് കന്നിക്കൂറുകാർക്ക് നിൽക്കുന്നത്.
വിവാഹ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടി വഴക്കുണ്ടാവുക, അതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖങ്ങളുണ്ടാവുക, ദുഃഖവാർത്തകൾ കേൾക്കേണ്ടി വരിക, യാത്രകൾ ചെയ്യേണ്ടി വരിക, ഇതെല്ലാമാണ് 7-ലെ രാഹു കൊണ്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. കേതു കന്നി രാശിക്കാർക്ക് ജന്മത്തിലാണ് ഇപ്പോഴുള്ളത്. ചെറിയ ചെറിയ ബൈക്ക് തട്ടു മുട്ടു അങ്ങനെയുള്ള ചെറിയ അപകടങ്ങൾ, അതുപോലെ തന്നെ അനാവശ്യമായ മനക്ലേശങ്ങൾ, അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, ശത്രുക്കൾ ചെയ്യുന്നതൊക്കെ ഫലം കാണുക, അങ്ങനെയുള്ളതായ ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് തുലാം രാശി. ചിത്തിര ആദ്യ ഭാഗം, ചോതി, വിശാഖം അവസാന ഭാഗം കൂടിയതാണ് തുലാം രാശി. തുലാം രാശിക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വ്യാഴം അഷ്ടമത്തിൽ, കേതു 12, രാഹു 6, ശനി 5 അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങൾ, ചില്ലറ ദുരിതങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതുമാതിരി ജോലിയിൽ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അഷ്ടമത്തിലെ വ്യാഴം അനാവശ്യമായ യാത്രകൾ വേണ്ടി വരിക, അനാവശ്യമായ അതുമൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, മനോദുഃഖങ്ങൾ ഉണ്ടാക്കുക, അതെല്ലാം ഈ അഷ്ടമത്തിലെ വ്യാഴം ചെയ്യുന്നതായിരിക്കും. 5-ലെ ശനി പൊതുവെ അനുകൂലമാണ്. പക്ഷേ ശനി ആയതുകൊണ്ട് സ്വാഭാവികമായും ചില്ലറ മാനസിക ദുഃഖങ്ങളും ചില്ലറ ഇതുകളൊക്കെ ഉണ്ടാവും. പുത്രകളത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടതായ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുക. 6-ലെ രാഹു ഇവർക്ക് നല്ല ഫലങ്ങൾ ചെയ്യും. നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല സഞ്ചാരങ്ങൾ, വിദേശങ്ങൾക്കും കാര്യങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് മിത്രങ്ങൾ ധാരാളം ഉണ്ടാവുക, ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുക, ഒരുപാട് ധനവരവുകൾ ഉണ്ടാവുക, അവർ പോലും പ്രതീക്ഷിക്കാണ്ടായിട്ടുള്ള ധനാഗമനങ്ങൾ ഉണ്ടാവുക, അതുമാതിരി ഓൾറെഡി രോഗികളായവരുടെ രോഗം മാറുക, അതുമാതിരി നല്ല ആരോഗ്യം ഉണ്ടാവുക, അതൊക്കെയാണ് രാഹു 6-ൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക. തുലാക്കൂറുകാർക്ക് ഈ കൊല്ലം ഒരുപാട് ഗുണമല്ല, ഒരുപാട് ദോഷമല്ല, ഗുണദോഷ സമ്മിശ്രിതം എന്ന് നമുക്ക് പറയാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട കൂടിയതാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 7-ലാണ്. അത് നല്ലൊരു അവസ്ഥയാണ്. ശനി 4-ൽ കണ്ടക ശനിയായിട്ട് നിൽക്കുകയാണ്. രാഹു 5-ലും കേതു 11-ലുമാണ്. 4-ൽ നിൽക്കുന്ന ശനി ചെറിയ തടസ്സങ്ങൾ ഇവർക്കുണ്ടാക്കുന്നതായിരിക്കും. അതുമാതിരി അനാവശ്യമായ ചിന്തകൾ, മോശമായ ചിന്തകൾ മനസ്സിലുണ്ടാകുന്നതായിരിക്കും. ഭാര്യ ഭർത്തൃബന്ധത്തിൽ അടി വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ധനനഷ്ടമുണ്ടാവും. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുന്നതായിരിക്കും ശനി 4-ൽ നിന്നാൽ. 7-ലെ വ്യാഴം വൃശ്ചികം രാശിക്കാർക്ക് ഒരുപാട് നല്ലത് ചെയ്യും. ഒരുപാട് നല്ല കാര്യം, നല്ല കാലം ഇവർക്കത് പ്രദാനം ചെയ്യും. പുതിയ ജോലി, പുതിയ ബിസിനസ്, പുതിയ വരുമാനം, മനസ്സിന് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാനിട വരിക, EMI അടച്ചു തീരുക, ലോണുകൾ അടച്ചു തീരുക, കടം വീടുക, പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുക, മാനസികമായ സന്തോഷം, കാര്യങ്ങളൊക്കെ സാധാരണഗതിയേക്കാൾ സ്പീഡിൽ നടക്കുന്നതായ ഒരവസ്ഥ, അതെല്ലാം വ്യാഴം 7-ലെ വ്യാഴം ഉണ്ടാക്കുന്നതായിരിക്കും. 5-ലെ രാഹു കുറച്ച് പ്രശ്നങ്ങൾ ചെയ്യും. തൊഴിലിൽ ബുദ്ധിമുട്ടുണ്ടാകുക, തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുക, ശരിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വഴക്കുകൾ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പുതിയതായ ശത്രുക്കൾ ഉടലെടുക്കുക, ധനനഷ്ടം, പാഴ്ചെലവ്, ഇതെല്ലാം 5-ലെ രാഹു സൃഷ്ടിക്കുന്നതായിരിക്കും. 11-ലെ കേതു ഇവർക്ക് ഒരുപാട് സജ്ജനങ്ങൾ, ബന്ധുക്കൾ, മിത്രാദികളിൽ നിന്ന് സഹായങ്ങൾ, അവരുടെ സഹകരണം, അതെല്ലാം ലഭിക്കും. അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും. ഓൾറെഡി രോഗമുള്ളതായ ആളുകളുടെ രോഗം മാറും. നല്ല ആരോഗ്യം പുഷ്ടിപ്പെടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി ധനുക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം കൂടിയതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. എല്ലാത്തിലും ഒരു തടസ്സമുണ്ടാകും. തുടങ്ങി വയ്ക്കുന്നതായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, അനാവശ്യമായ ധനച്ചെലവ്, അതുപോലെ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ,
സൗഖ്യത്തിലിരിക്കുമ്പോഴും അത് ആസ്വദിക്കാനും ഉപയോഗിക്കാനും കഴിയാത്ത അവസ്ഥ. അതാണ് വ്യാഴം 6-ൽ. 3-ലെ ശനിയാണ് ഇപ്പോൾ ധനുക്കൂറുകാർക്കുള്ളത്. 3-ലെ ശനി വളരെ നല്ലതാണ്. സ്വക്ഷേത്ര ബലവാനായ ശനി അവർക്ക് നല്ലത് ചെയ്യും. പശുവുമായി ബന്ധപ്പെട്ടത് പാല്, വെണ്ണ, നെയ്യ്, അതുമാതിരിയുള്ള വിപണനത്തുകൊണ്ടുള്ള ലാഭം, ധനലാഭം, ആരോഗ്യം മെച്ചപ്പെടുക, അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറിപ്പോവുക, അതെല്ലാമാണ് 3-ലെ ശനി കൊണ്ട് പറയുന്നത്. ധനുക്കൂറുകാർക്ക് രാഹു 4-ലാണ് നിൽക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുക, അനാവശ്യമായ ചെലവ്, സുഹൃത്തുക്കളായിട്ട് അടിയുണ്ടാവുക, സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുക, ബന്ധുക്കൾ ശത്രുക്കളായി മാറുക, അതെല്ലാമാണ് രാഹു 4-ൽ നിൽക്കുമ്പോൾ പറയുന്നത്. ധനുക്കൂറുകാർക്ക് കേതു 10-ലാണുള്ളത്. അപവാദം കേൾക്കുക, അനാവശ്യമായ അപവാദം, തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ട്, ധനനഷ്ടം, അതുപോലെ ശത്രുക്കൾ വർദ്ധിക്കുക, ഇതെല്ലാമാണ് കേതു 10-ൽ നിൽക്കുമ്പോൾ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി മകരം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രാടം അവസാന മുക്കാല്, തിരുവോണം അവിട്ടം ആദ്യ പകുതി, ഇത് കൂടിയതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 5-ലും ശനി 2-ലെ 7.5 ശനിയായിട്ട് നിൽക്കുന്നു. രാഹു 3-ലും കേതു 9-ലുമാണ് നിൽക്കുന്നത്. ശനി 7.5 ശനി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ സ്വക്ഷേത്ര ബലവാനായതിനാൽ കുറച്ച് ഭേദമുണ്ടാകും. ധനം, സുഖം, ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക, അനാവശ്യമായ ചെലവ്, അതുമാതിരി ദേഹാസ്വാസ്ഥ്യം, ഇതെല്ലാം ഉണ്ടാവുമെന്നാണ് പറയുക. മകരക്കൂറുകാർക്ക് രാഹു 3-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധനലബ്ധി, പുതിയ ജോലികൾ കിട്ടുക, അവരുടെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ നടക്കുക, അതുമാതിരി കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഇതെല്ലാം ലഭിക്കുക, ഇതെല്ലാമാണ് രാഹു 3-ൽ കൊണ്ട് പറയുന്നത്. വ്യാഴം 5-ൽ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സമ്പത്ത് ലഭിക്കുക, പൂർവികമായ സമ്പത്ത് ലഭിക്കുക, പുതിയ വാഹനം വാങ്ങുക, പുതിയ വീട് വയ്ക്കുക, ഐശ്വര്യം, അതുമാതിരി വിദേശവാസം, കുട്ടികളെ കൊണ്ടുള്ള ഗുണങ്ങൾ, സ്ത്രീ സുഖങ്ങൾ, അങ്ങനെയുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ, ഇതെല്ലാം ലഭിക്കുക എന്നുള്ളതെല്ലാമാണ് 5-ലെ വ്യാഴം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കുംഭം രാശിയാണ് ഇനി പറയുന്നത്. അവിട്ടം അവസാന പകുതി, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാല് കൂടിയതാണ് കുംഭം രാശി വരുന്നത്. കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം 4-ലും ശനി ജന്മത്തിൽ 7.5 ശനിയായിട്ട് നിൽക്കുന്നു. കേതു 8-ലും രാഹു 2-ലുമാണ് നിൽക്കുന്നത്. 4-ലെ വ്യാഴം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. ഒരു ഭേദമുണ്ടാകും. എന്നാലും ബന്ധുജനങ്ങളുമായിട്ട് അടി, തല്ല്, വഴക്ക്, ഇതെല്ലാം ഉണ്ടാകൊണ്ട് വരും. അകാരണമായ ദുഃഖം, അനാവശ്യമായ കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ടി വരിക, അനാവശ്യമായ ദുഃഖവാർത്തകൾ അറിയേണ്ടി വരിക, അങ്ങനെയുള്ള ചിലതെല്ലാം വരും. ജന്മത്തിലെ ശനി കൊണ്ട് പറയുന്നതായ കാര്യങ്ങൾ അനാവശ്യമായ ദേഹാസ്വാസ്ഥ്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരിക, കടങ്ങൾ വരിക, അതുപോലെ തന്നെ അഗ്നിഭയം, അനാവശ്യമായ അലച്ചിലുകൾ, യാത്ര, ധനനഷ്ടം, അനാവശ്യമായ പാഴ്ചെലവുകൾ വരിക, അതെല്ലാമാണ് ജന്മത്തിലെ ശനി കൊണ്ട് പറയുന്നത്. 2-ലെ രാഹു കുംഭക്കൂറുകാർക്ക് നല്ലതല്ല. പൊതുവെ 2-ലെ രാഹു കൊണ്ട് പറയുന്നതായത് തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അവിടെ വഴക്കുകൾ, കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാതെ വരുമ്പോൾ മേലധികാരികളിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരിക, അതുമാതിരി കുടുംബത്തിൽ കലഹം, അനാവശ്യമായ ദുർച്ചെലവുകൾ വരിക, ഇതെല്ലാമാണ് 2-ലെ രാഹു കൊണ്ട് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് 8-ലാണ് കേതു നിൽക്കുന്നത്. 8-ലെ കേതു കൊണ്ട് പറയുന്നത് അനാവശ്യമായ മനോവിഷമങ്ങൾ ഉണ്ടാവുക, ശത്രുക്കൾ വർദ്ധിക്കുക, അതുപോലെ വ്യവഹാരങ്ങൾ, വഴക്കുകൾ, കലഹങ്ങൾ ഉണ്ടാകുക എന്നുള്ളതെല്ലാമാണ് കേതു 8-ലെ കേതു കൊണ്ട് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ഈ പുതുവർഷം കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി മീനം രാശിയാണ് പറയാനുള്ളത്. പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി കൂടിയതാണ് മീനം രാശി വരുന്നത്. മീനം രാശിക്ക് ഇപ്പോൾ വ്യാഴം 3-ലും ശനി 12-ലും കേതു 7-ലും
രാഹു ജന്മത്തിലുമാണ്. മീനം രാശിക്കാർക്ക് പുതുവർഷം കുറച്ച് അരിഷ്ടതകൾ ഉണ്ടാവും. കുടുംബ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാവും. ടെൻഷൻസ്, മാനസികമായ അസ്വസ്ഥതകൾ, മാനസികമായ അനാവശ്യമായ ചിന്തകൾ അലട്ടുക എല്ലാം ഉണ്ടാകും. അതുമാതിരി കാര്യതാമസം, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിന് ഒരു കാലതാമസം, കാര്യത്തിൽ ചെറിയ ചെറിയ വിഘ്നങ്ങൾ 2-3 വട്ടം ചെയ്യേണ്ടതായ അവസ്ഥകൾ വരും. അതുപോലെ ചില്ലറ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രശ്നങ്ങൾ അതുണ്ടാവും. ബന്ധുക്കൾ പലരും ശത്രുക്കളായി മാറും, മിത്രങ്ങൾ ശത്രുക്കളായി മാറും, കലഹങ്ങൾ, ചില്ലറ കലഹങ്ങൾ ഉണ്ടാവും. ജോലി നഷ്ടപ്പെടാനും ബിസിനസ് ചെയ്യുന്നത് നഷ്ടത്തിലാവാനും അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ പുതുവർഷത്തിലുണ്ടാവും. ജാഗ്രതയോടെ മുന്നോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വിഘ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.